chest burden, with pains, agonies, miseries and injuries. Hopeless, hapless children of a lesser God. They needed a solution, a resolution. A campaign launched by the Chief Minister of Kerala, Shri Umman Chandi, to meet the public face to face by reaching out to them where they are instead of waiting for them to reach him where he is, marks a new chapter in human conduct in a political democracy. ഇവിടെ ജനങ്ങൾക്ക് എത്രയോ കഷ്ടങ്ങളുണ്ട്, അതുപോലെ എത്രയോ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യത്തിനെല്ലാം നേരിട്ട് പറയുന്നതും എഴുത്ത് മുഖേന എവിടെയോ പോയിട്ട് മുഖ്യമന്ത്രിക്ക് എത്തുന്നതും കുറേ നീണ്ട പ്രശ്നം. അത് ചിലപ്പോൾ അടുത്തോളം എത്തും, ഇല്ലെങ്കിൽ എത്താണ്ടും ആവും. നേരിട്ട് ഓരോ കയ്യിൽ കൊടുക്കുമ്പോൾ അതിനുള്ള മറുപടി എത്രയും വേഗം നമുക്ക് കിട്ടും. യഥാർത്ഥമായ അടിസ്ഥാനപരമായ ജനാധിപത്യ പ്രക്രിയയാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഏതാനും ഒരു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഒരു ഗാന്ധിയൻ ശൈലിയാണ്. നമ്മളിപ്പോൾ 25,000 രൂപ സാങ്ഷൻ ചെയ്യുന്നു, ഇവരുടെ സ്കീമുണ്ടാക്കും. ആ സ്കീം ഉണ്ടാക്കുമ്പം അല്പം കൂടെ വല്ലതും സഹായം വേണമെങ്കിൽ അന്നേരം തരികയും ചെയ്തോളാം. എന്താ വേണ്ടത്? കാർഡ് ബിപിഎല്ലാണ്. പെൻഷൻ കിട്ടുന്നുണ്ടോ? ഓക്കെ, 25,000 രൂപ കൂടെ ചോദിക്കുന്നു കേട്ടോ. പെൻഷൻ തരും കേട്ടോ. ഏതാണ്ട് ഒരു 3 മണിയായപ്പോൾ ഞാനും പിള്ളേർ ഇവിടുന്ന് പോയി അമ്മേനെയും കൂട്ടി ആണ് ജനസമ്പർക്ക പരിപാടിക്ക് തലേദിവസം നെഹ്റു സ്റ്റേഡിയത്തിലെത്തുന്നത്. രാവിലെ ഞങ്ങളെ വേദിയിലേക്ക് വിളിച്ച് സാറ് വന്നപ്പോൾ ആദ്യത്തെ പരാതിക്കാരി എന്നുള്ള രീതിയിൽ എന്നെയും അമ്മയെയും കുഞ്ഞുങ്ങളെയുമാണ് സ്വീകരിച്ചത്. ഞാൻ സാറിനോട് പറഞ്ഞ് ഇനി എനിക്ക് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇതേ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റത്തില്ല. നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഷീറ്റെല്ലാം പൊക്കി വീടിൻ്റെ മുകളിലുള്ള എല്ലാ വസ്തുക്കളും പറപ്പിച്ചു കൊണ്ടുപോകും. ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഈ 10 സെൻറ്റ് നികത്താനുള്ള മണ്ണടിച്ച് പൊക്കാനുള്ള പൈസ RDOയോടും പട്ടികജാതി വികസന ഓഫീസറോടും പറഞ്ഞിട്ടുണ്ട്. 2 വർഷമായിട്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൻ്റെ അഭാവം പരിഹരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് വെച്ച് നടന്നിരുന്ന ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിയെ കണ്ടതിൻ്റെ ഭാഗമായി ഈ പദ്ധതിക്ക് വേണ്ടി 2,90,000 രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി വെള്ളം ഉപയോഗിക്കുന്ന 77 കുടുംബങ്ങളുടെയും നന്ദി അറിയിക്കുന്നു.
എൻ്റെ കുഞ്ഞ് ക്യാൻസർ രോഗിയാണ്, രോഗത്തിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് സാറിന് അപേക്ഷ കൊടുത്തത്. മുഖ്യമന്ത്രി കണ്ട് എനിക്കൊരു വീടില്ല എന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് റേഷൻ കാർഡ് BPL ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു വീടും സ്ഥലവും അനുവദിക്കുകയും കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി 30,000 രൂപ തരികയും ചെയ്തു. APL കാർഡ് BPL ആക്കുകയും ചെയ്തു. ഇവന് അസുഖം ജനിച്ചപ്പോൾ തൊട്ടുള്ളതാണ്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ചികിത്സയിലാണ്. ഇവന് ചികിത്സാ സഹായത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ജനസംഘ പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുത്തു. അവിടെ നിന്നാണ് 25,000 രൂപ ധനസഹായവും ലഭിച്ച് വീടും അനുവദിക്കാമെന്ന് പറഞ്ഞു. ഇവന് ചികിത്സ ഫ്രീ ആയി കിട്ടുമെന്നും പറഞ്ഞു. ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പല കാര്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അതിനാരെയെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിലവിലുള്ള നിയമങ്ങൾ, നിലവിലുള്ള ചട്ടങ്ങൾ, നിലവിലെ വ്യവസ്ഥകളൊക്കെ അങ്ങനെ ന്യായമെന്ന് തോന്നിയാലും ചെയ്യാൻ പറ്റാത്ത വിധത്തിലായതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ്, അതിനുള്ള തുടക്കം കുറിക്കലാണ് ജനസമ്പർക്ക പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. After the first round of public contact programs, I think almost 50 new orders were issued clarifying government regulations, amending government rules, and often explaining how the rules have to be interpreted. After every such campaign, some rules get changed. The system gets the impact, whereby the system gets continually reformed and reinvigorated. A magic wand of miracle, a Midas touch of solace, of care and compassion.